നമസ്കാരം. 8ാം ക്ലാസ്സുകാരനായ മകൻ വീട്ടിൽ നിന്നും അമിതമായി പണം കൈക്കലാക്കുന്നത് എന്തിനെന്ന ഒരമ്മയുടെ അന്വേഷണം ചെന്നെത്തിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരനിൽ. സംഭവത്തിൽ ഇരിവുകാട് അച്ചാപ്പു മനസ്സിലിൽ ഷിജുവിനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മാതൃകാപരമായ ഇടപെടലിലൂടെ സ്വന്തം മകനെയും മറ്റ് വിദ്യാർത്ഥികളെയും ലഹരിയുടെ കെണിയിൽ നിന്ന് രക്ഷിച്ച അമ്മയുടെ ധീരതയാണ് ഇപ്പോൾ നാടിന്റെ പ്രശംസ പിടിച്ചുപറ്റുന്നത്. തന്റെ ബാഗിൽ നിന്ന് മകൻ പതിവായി പണമെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അമ്മ അന്വേഷണം ആരംഭിച്ചത്. മകന്റെ മുറി പരിശോധിച്ച അമ്മയ്ക്ക് കുളിമുറിയിലെ ടോയ്ലറ്റ് ഫ്ലഷിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ ലഭിച്ചു. എന്നാൽ മകനോട് ഇക്കാര്യം ചോദിക്കാതെ അവർ നിശബ്ദത പാലിച്ചു. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയ മകനെ അവരറിയാതെ അമ്മ പിന്തുടർന്നു. സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും മകൻ പുകയില ഉൽപ്പന്നം വാങ്ങുന്നത് നേരിൽ കണ്ടതോടെ അവർ വിവരം സ്കൂൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു. സ്കൂൾ അധികൃതർ നൽകിയ വിവരം അനുസരിച്ച് സൗത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഷിജു പിടിയിലായത്. തിരുവമ്പാടി കള്ളുഷാപ്പിന് സമീപമുള്ള ഇയാളുടെ പെട്ടിക്കടയിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്ന ശേഖരവും പോലീസ് പിടിച്ചെടുത്തു. മുൻപും സമാനമായ കേസിൽ ഇയാൾ പലതവണ പിടിയിലായിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും വിൽപ്പന പുനരാരംഭിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VS വിനീഷിന്റെ നേതൃത്വത്തിൽ SI നവീൻ ജോർജ് ഡേവിഡ്, CPOമാരായ G അരുൺ, ഡാലൻ നെൽസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ലഹരി വിപത്തിനെതിരെ സ്വന്തം മകനെയും മറ്റ് വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ ധീരമായി രംഗത്തിറങ്ങിയ ഈ അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ നാടിന്റെ പ്രശംസ പിടിച്ചുപറ്റുകയാണ്. സാധാരണ നിലയിൽ ഇത്തരം സംഭവങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ കുറ്റവാളിയെ പിടികൂടാൻ കാണിച്ച ഈ മനക്കരുത്ത് മാതൃകാപരമാണെന്ന് പോലീസ് അധികൃതരും വ്യക്തമാക്കുന്നു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VS വിനീഷിന്റെ നേതൃത്വത്തിൽ SI നവീൻ ജോർജ് ഡേവിഡ്, CPOമാരായ G അരുൺ, ഡാരൽ നെൽസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന നടത്തുന്നവർക്കെതിരെ വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. പണത്തിന്റെ സ്രോതസ്സിനെക്കുറിച്ചും മക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ചും മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന വലിയൊരു സന്ദേശം കൂടി അമ്മ സമൂഹത്തിന് നൽകുന്നുണ്ട്. എന്തായാലും മകന്റെ പണമിടപാടുകളിൽ സംശയം തോന്നിയ ഒരു അമ്മ നടത്തിയ ജാഗ്രത നിർഭരമായ അന്വേഷണം ലഹരി മാഫിയയുടെ കണ്ണിയെ കൊടുക്കുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിവന്ന ഇരവുകാട് അച്ചാപ്പു മനസ്സിൽ ഷിജുവിനെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ്സുകാരനായ തന്റെ മകൻ വീട്ടിൽ നിന്നും അമിതമായി പണം കൈക്കലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അമ്മ അന്വേഷണം ആരംഭിച്ചത്. സ്വന്തം ബാഗിൽ നിന്നും പതിവായി പണം നഷ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞ ഇവർ മകന്റെ മുറി പരിശോധിച്ചപ്പോഴാണ് കുളിമുറിയിലെ ടോയ്ലറ്റ് ഫ്ലഷിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ മകനെ ചോദ്യം ചെയ്യാതെ അതീവ രഹസ്യമായി അവർ നിരീക്ഷണം തുടർന്നു. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയ മകനെ അവരറിയാതെ അമ്മ പിന്തുടരുകയായിരുന്നു. സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും മകൻ പുകയില ഉൽപ്പന്നം വാങ്ങുന്നത് നേരിട്ട് കണ്ടതോടെ അവർ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. സ്കൂൾ അധികൃതർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പ്രതി ഷിജു പിടിയിലായത്. തിരുവമ്പാടി കള്ളുഷാപ്പിന് സമീപമുള്ള ഇയാളുടെ പെട്ടിക്കടയിൽ നിന്നും വൻ പുകയില ഉൽപ്പന്ന ശേഖരം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഒരു അമ്മയുടെ ധീരമായ ഇടപെടൽ ഒരു വലിയ മാഫിയയുടെ കണ്ണിയെ പിടിക്കാനായിട്ട് എന്തായാലും പോലീസിനെ സഹായിച്ചിട്ടുണ്ട്.